ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് വേണം, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് ജ്യൂസ്, പഞ്ചസാര, പാല്, ബട്ടർ, വാനില എസൻസ്, മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വിനെഗർ, പൗഡേർഡ് ഷുഗർ, ജാതിക്ക പൊടിച്ചത്, ചുക്കുപൊടി, സിനമൺ പൗഡറുമാണ് ആവശ്യം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരു ബൗളിലെടുക്കാം. അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റും അത്രയും സമയം വെക്കുക. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കാഷ്യൂ, ബദാമും, ബ്ലാക്ക് റേസിൻസും, ഫിഗും, പംകിൻ സീഡും ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ള് സോക്കായി കിടക്കുന്ന അത്രയും ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. ഇനി ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്കർ യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് 6 hours സോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് കാരമൽ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഡാർക്ക് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ മെല്ലെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കാരമൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ജാതിക്ക പൊടിച്ചതും ചുക്കുപൊടിയും സിനമൺ പൗഡറും ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡറും പൗഡേർഡ് ഷുഗറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി.
അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് വിനെഗറാണ്. വിനെഗർ ചേർത്ത പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത പാടന്നെ നമുക്ക് ബാറ്റർ മൗൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ അധികം സമയം അത് പുറത്ത് വെക്കാൻ പാടില്ല. ഞാൻ മൗൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 10 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 60 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പാന് ഒരു 10 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താലും മതി. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.